ഹായ്. ഹായ്. സോങ് കേൾക്കുവാണോ? സോങ് അല്ല, ന്യൂസാണ്. അത് പിന്നെ എവിടെ നോക്കിയാലും ഇപ്പൊ പ്രശ്നങ്ങളാണല്ലോ, അതുകൊണ്ട് ഞാൻ വെറുതെ ന്യൂസ്. ട്രെക്കിംഗ് ക്യാൻസൽ ആയ പോലെ ഉണ്ടല്ലോ. പോകുന്ന വഴിയിലേക്ക് സ്നോഫോൾ ഉണ്ട്. നമ്മുടെ ബാച്ച് അടുത്ത ആഴ്ചയെ പോവുള്ളൂ. ഈ ഡ്രസ്സ് നന്നായിട്ടുണ്ട്. താങ്ക്സ്. തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. എപ്പോഴും എന്നെ എല്ലാരും സാധാരണ ഇംപ്രസ് ചെയ്യാറാണ് പതിവ്. എനിക്കാരെ ഇംപ്രസ് ചെയ്തോട്ടും ശീലമില്ല. അത് എന്തോ എനിക്ക് തോന്നിയിട്ടില്ല. നിനക്ക് വേണ്ടി എന്നെ മാറ്റാൻ ശ്രമിച്ച് എന്തൊക്കെയോ സംഭവിച്ചു പോയി. സത്യത്തിൽ ഞാനിങ്ങനെ മാറുന്ന ആളല്ല. ഇതെന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ. എല്ലാം പെട്ടെന്ന് മനസ്സിലാക്കുന്നവനാ നീ. ഇത് നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? ഐ തിങ്ക് ഐ മീൻ ലവ് വിത്ത് യു. എനിക്ക് പ്രപ്പോസ് ചെയ്യാനൊന്നും അറിയില്ല. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തോ. മനസ്സിലുള്ളത് ഞാൻ തുറന്നു പറഞ്ഞു. പ്രപ്പോസ് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഇത്ര മനോഹരമായിട്ട് ലവ് പ്രപ്പോസ് ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ലവ്, അതിൻ്റെ വാല്യൂ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ആ വാല്യൂവിനെ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാനുള്ളത്. നീ നിന്നെ മാറ്റുമൊന്നും വേണ്ട. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. വീണ്ടും ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞ് വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട. എന്താന്ന് വെച്ചാൽ എനിക്ക് പ്രേമമൊന്നും സത്യമായിട്ട് ഒത്തുവരില്ല. അതുകൊണ്ട് വേണ്ട മഹിമ. എൻ്റെ മൈൻഡിൽ അതൊന്നും ചിന്തിക്കാനുള്ള മൂടല്ല. ഇപ്പം ഞാൻ പറയുന്നത് നീ ഒരു തമാശയായിട്ട് കാണരുത്. നിനക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അവൻ എൻ്റെ കൺമുമ്പിൽ തന്നെ ഉള്ളപ്പോൾ എൻ്റെ പ്രണയം പുറത്തു കാണിക്കാതിരിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയായിരുന്നു. വീണ്ടും വീണ്ടും അവനോടിത് പറയുമ്പോൾ അവനെന്നോട് ദേഷ്യം ഉണ്ടാവുമെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അച്ഛനെ ഞാൻ എതിർത്ത് ട്രെയിനിങ് ഡിസ്കണ്ടിന്യൂ ചെയ്തു. എന്നിട്ട് ഫോറൻസിക്കിൽ ജോയിൻ ചെയ്തു. ഇവളെ എന്തിനാടാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? എന്തിനാ കൂട്ടിക്കൊണ്ടുവന്നോ? എന്തുവാടാ ഇത്? നിന്റെ ലൈഫിൽ റീ എൻട്രി ആവാന്ന് വിചാരിച്ചപ്പോ നീ പാതി കെട്ടിട്ട് പോരുന്നോ? കുറ്റബോധം ഉള്ളതുകൊണ്ടല്ലേ ഇങ്ങനെ ഓടി ഒളിക്കുന്നത്? ഏയ്, അയ്യോ സാർ ഇതിനു മുമ്പ് എന്നെ തൊട്ടിട്ടേ ഇല്ല. വാ, വന്നിരിക്കെ. എന്താ നിങ്ങളെല്ലാം എന്താ ഇങ്ങനെ നോക്കുന്നത്? ദേ ഇങ്ങോട്ട് നോക്ക്. നിങ്ങളുടെ ഉറ്റ സുഹൃത്ത് എന്നെ എന്തിനാ ഇട്ടേച്ച് പോയെന്ന് ചോദിച്ചു പറ. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ രാത്രിയിലുള്ള ചുറ്റിക്കളി ക്യാമ്പസിൽ ഒറ്റി കൊടുക്കും ഞാൻ. മനസ്സിലായോ? ഏയ്, നിങ്ങൾ എവിടേക്കാ പോകുന്നേ? ചായ കുടിക്കാൻ. എന്താടാ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുവോ? ഇങ്ങനെ എത്ര നാൾ ഒളിച്ചോടും? ലൈഫ് മുഴുവനും നീ എൻ്റെ പുറകെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുവോ? ഇതിനൊരു അവസാനമില്ലേ? പോത്തിന്റെ കാതില് വേദം ഓതിയിട്ട് കാര്യമില്ല. നമ്മളോട് മറച്ചു വെച്ചല്ലോ. നീ എന്തൊക്കെ ആർഗ്യുമെന്റ് താഴെ വീണു. വേണ്ട, ഞാൻ അതൊരു 10 പവനെങ്കിലും കാണും. എടി, ഡോക്ടർ നിന്നോട് സ്ട്രെയിൻ ചെയ്യരുതെന്ന് പറഞ്ഞല്ലേ? എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലെന്നേ. അതിനെന്താ, ഞാനില്ലേ വണ്ടി ഓടിക്കാൻ. ഞാൻ വീഴുന്നതിന് മുമ്പ് കയറി പിടിച്ചല്ലോ. ചേട്ടാ, വേഗം തിരിച്ചേക്ക്. അങ്ങനെ ഒന്നും ചെയ്യരുത്. അയ്യോ, അങ്ങനെ ഒന്നും ചെയ്യരുത്. ആംബുലൻസ് വിളിക്കണം. സൂരജ്, എങ്ങനെയുണ്ട് ആൾക്ക്? സീരിയസ് ആണ്. മഹിമ, അടുത്ത സിഗ്നൽ കഴിയുമ്പോ തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട്. എടാ, ഇതവൻ കത്തി പൊതിഞ്ഞ പേപ്പറല്ലേ? രക്ഷപ്പെട്ടവന്മാരെ. എടാ, ശക്തി എന്നെ വിളിച്ചോണ്ടിരിക്കുക. അവനെ വെട്ടിച്ച് അവർ വേറെ വഴിക്ക് പോയെന്ന്. ശക്തി, ലിസൺ ടു മീ. എന്റെ ഫോൺ ആ കൂടെയുള്ളവന്റെ ടീഷർട്ടിൽ വീഴുന്ന പോലെ ഞാൻ എറിഞ്ഞിട്ടുണ്ട്. അത് അവന്റെ ടീഷർട്ടിന്റെ ക്യാപ്പിലുണ്ട്. നിന്റെ ഫോണിൽ ഫൈൻ ഫ്രണ്ട്സ് ആപ്പ് ഓപ്പൺ ചെയ്യും. എന്നിട്ട് ട്രാവൽ ചെയ്യുന്നതനുസരിച്ച് നീ ഫോളോ ചെയ്യണം. സിഗ്നൽ കാണുന്നുണ്ടടാ. ഞങ്ങൾ ഇതിന്റെ പിന്നാലെ തന്നെ ഉണ്ട്. ജസ്റ്റ് സ്റ്റേ കണക്റ്റഡ്. അവർക്ക് ലൈറ്റ് ഹൗസ് വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. വേഗം വിടറാ. നീ ഒന്ന് തിരിഞ്ഞേ. ഇതാരുടെ ഫോണാ? ഫോണോ? ഇതാരാടാ വിളിക്കുന്നേ? ഓ, മാല പിടിച്ചോണ്ട് പോയപ്പോ ആരോ തലക്കിട്ട് എറിഞ്ഞാന്ന് തോന്നുന്നു. ഏതോ മഹിമയാണല്ലോ ഫോണിൽ. ഓഫ് ചെയ്യടാ അത്.
അയ്യോടാ സിഗ്നൽ കട്ടായി പോയടാ. ഒരു സൈഡ് വെക്കടാ. ഇതെടുത്താ സൈഡിലോട്ട് വെക്ക്. ലാസ്റ്റ് സിഗ്നൽ കാണിച്ച സ്ഥലം ഒരു ബിരിയാണി കട. അതിന്റെ അടുത്ത ജംഗ്ഷനിൽ നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ ഫൈൻ. ഗയ്സ്, 4 ഡയറക്ഷനിലും നമ്മളെ താണ്ടി ഇവർ പോയിട്ടില്ല. ഗാന്ധിനഗർ സ്ട്രീറ്റിനും മെയിൻ ബ്രിഡ്ജിനും ഇടയ്ക്കാണ് അവരുള്ളത്. കൂടിപ്പോയ ഒരു 15 സ്ട്രീറ്റ് കാണും. ഒരു സ്ഥലം പോലും മിസ്സാകരുത്. ഓക്കെ. അത് നോക്ക്. ഇത് നോക്കാം. അതെടാ ഇത് തന്നെ. മിത്ര പോസ്റ്റർ ഞങ്ങൾ കണ്ടു. ഇവിടെ അടുത്ത് തന്നെയാടാ. മണിയോട് വരാമടാ. എവിടെടാ? നിക്ക്, ഞാൻ താഴേക്ക് വരാം. ആ പ്രശ്നം ഉണ്ടാക്കിയ 2 പേര് ഇവിടെ തന്നെയുണ്ട്. അത് മാത്രമല്ല വേറെ ഒരുപാട് പേരുണ്ട്. പിന്നെ നിന്നേക്കാ നിക്കടാ, ഞാൻ പുറത്തേക്ക് വന്നോണ്ടിരിക്കുക. സിഗ്നലും കിട്ടുന്നില്ല. ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടോ? പറയണ ചോദിച്ചു കേട്ടില്ലേ? പറയുന്നതോ അതോ ഇല്ല? സൂരജ് ഹറാമി. ജീവൻ എന്ന് പറയുന്നത് നിനക്ക് സാധാരണ കാര്യമല്ലടാ. സൂപ്പറടാ. അടിപൊളിടാ. 2 മാസമായി കൊച്ചിയിൽ നടന്ന എല്ലാ മാലമോഷണ കേസിന് പിന്നിലും ഞങ്ങൾ തന്നെയാണ്. ഇന്ന് അങ്ങനെ നടന്നൊരു മോഷണ ശ്രമത്തിനിടയിൽ ഞങ്ങൾക്കൊരാളെ കൊല്ലേണ്ടി വന്നു. അവരുടെ വീടിന്റെ മുന്നിൽ വെച്ചാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത്. ഹലോ, ഫോൺ ചെയ്ത് എന്തിനാ സ്വിച്ച് ഓഫ് ചെയ്യുന്നേ? ഫോൺ ചാർജ് ഇല്ലാതെ ഓഫായി പോയി. അവർക്കിപ്പോ എങ്ങനെയുണ്ട്? ഹസ്ബൻഡിനെ ഓർത്ത് കരഞ്ഞോണ്ടിരിക്കുക. ഇപ്പൊ ഗുളിക കൊടുത്ത ആളെ ഉറക്കി കിടത്തിയിരിക്കുക. ശരി, ഹലോ, ഇവന്റെ ഒരു കാര്യം.